രമേശ, നിന്റെ രാജ്യം ഏതാ? ഇന്ത്യ. നിനക്ക് ഇലക്ഷൻ ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പറ്റടാ? എടാ നിന്റെ പേരിലടാ ഇത്. വോട്ട് ചെയ്യാൻ പറ്റാമെങ്കിൽ പിന്നെ എന്തിനടാ മനുഷ്യരായിട്ട് ജീവിച്ചിരിക്കുന്നത്? എപ്പങ്ങ് വരുന്ന ഇലക്ഷനല്ല പൊട്ടാ ഓരങ്ങ. എന്ത് മണ്ടത്തരാന്ന്. ആരെ വിളിച്ചത്? ഓന് രമേശിന് ഓന്റെ ഈ ഇലക്ഷൻ ഈ വോട്ട് ലിസ്റ്റ് പേരില്ല. ഓന്റെ നമ്മളിപ്പൊ ഈ ഘട്ടത്തിൽ അവരെ വിളിക്കാൻ നേരത്ത് ഒരു മയത്തിൽ വേണം വിളിക്കാൻ. രമേശ, ഞങ്ങൾ വോട്ടർ പട്ടിക പരിശോധിച്ച് അപ്പൊ നിന്റെ പേര് അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത് ചേർക്കണം. പേര് പ്രത്യേകം പറഞ്ഞിട്ടാണ് നിന്നെ വിളിക്കണത്. അപ്പൊ നിന്റെ വോട്ട് ചേർക്കാനുള്ള രേഖകൾ തന്നെ ഞാൻ വീട്ടിൽ വന്ന് വാങ്ങിക്കോളാം. അങ്ങനെ പറയണം, എന്നാലേ അവൻ നമുക്ക് വോട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഒരു മരിങ്ങിന് വേണം പറയാൻ. എന്നെ ഒന്ന് പൊക്കി പൊക്കി പറയണം. ഞാൻ കിടന്ന് ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടെന്ന് തോന്നിപ്പിക്കണം. മനസ്സിലായ? വെറുതെ തീറ്റയും കൂടി മാത്രമേ ഉള്ളൂ. അതെ, ഇതിപ്പോ ഇനിയിപ്പോ ഒരു കൊല്ലം മുമ്പ് ഇവിടുന്ന് താമസം മാറിയവര്, മരിച്ചവര്, അവരുടെ ലിസ്റ്റ് ചെയ്തു. ആരെയാ വിളിക്കണ്ടേ അമ്മ? ഞാനേ വിളിക്കണ്ടാത്ത ആളുകളുടെ പേര് പറയാ. നീ അവരെ വിളിക്കണ്ട. ആ പണ്ടാരപ്പറമ്പിൽ പൊന്നനെ നീ വിളിക്കാൻ നിൽക്കണ്ട കേട്ടാ. അവനെ കണ്ണ് കണ്ടില്ലെങ്കിലും മറ്റേ പാർട്ടിക്കേ കുത്തുള്ളൂ. അവൻ കട്ടുകെട്ടി പാർട്ടിക്കാരനാണ്. അവനെ വിളിക്കണ്ട. പിന്നെ റേഷൻ കടയുടെ കിഴക്ക് വശത്തുള്ള ബാഹുലേനില്ലേ, ബാഹുലേൻ, എടാ റേഷൻ കടയുടെ പടിഞ്ഞാറ് വശത്ത് താമസിക്കണം. പുള്ളീനെ വിളിക്കണ്ട. പുള്ളിയുടെ മോളുണ്ട് കെട്ടിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കണം, അവള് ശ്രീജ. ശരി, അവളെ വിളിച്ചു. അവളെ എൻ്റെ കൂടെ പഠിച്ചതാണ്. നമുക്ക് വോട്ട് കിട്ടും. അത് തന്ത്രപ്രധാനമായ ഒരു രഹസ്യം പ്യാരിജാത്തിനോട് എനിക്ക് പറയാൻ. നീ ഇപ്പൊ പറയലേ സുഭാഷ് ഇല്ലടാ, സുഭാഷ് മാറായിപ്പറമ്പില്, അതില് നോട്ട് ചെയ്തിട്ടുണ്ട്. അയാളൊന്ന് വിളിച്ചോ. എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ദിനകരൻ ഇലക്ഷന് നിന്നപ്പോ ഒരു പൈന്റ് മേടിച്ചു കൊടുത്തപ്പോ അയാൾക്ക് വോട്ട് ചെയ്തതാണ്. ഇത്തവണ ദിനകരനായിട്ട് ഇടഞ്ഞിട്ടുണ്ട്. അപ്പൊ ശീതളിനെ അയാൾ വോട്ട് ചെയ്യൂല, നമ്മുടെ കൂടെ ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾ ഒന്ന് വിളിച്ചോ. പുള്ളറിനെ മേടിച്ചു കൊടുക്കാന്ന് അതല്ലേ വിളിച്ചോളാൻ പറഞ്ഞ. അതെ അതെ. മരിച്ചവരുണ്ടല്ലോ അവരെ പേര്, അഡ്രസ്, ആധാർ കാർഡ് സംഘടിപ്പിക്കണം. എന്തിനാടാ? ബലിയിടാനാ? ബലിയിടാനല്ല, ഇവരെല്ലാം പേരിൽ ഓരോരോ ആൾ അങ്ങോട്ട് കയറ്റി വിടാം. അതെന്റെ ഒരു കെണിയാണ്. ഞാൻ ജനിച്ചെന്ന് അച്ഛൻ മരിച്ചു. നീ കണ്ടിട്ടില്ല? അച്ഛൻ മരിച്ചത് ഞാൻ ജനിച്ചു. പക്ഷെ എന്റെ അച്ഛൻ എല്ലാ ഇലക്ഷനും വന്നിട്ട് വോട്ട് ചെയ്തിട്ട് പോവും. ചത്തവരുടെ പേരിൽ വോട്ട് ചെയ്യിക്കാനാ? ഇതെന്താ നീ എന്നെ അകത്ത് കയറ്റാനാണോ? ഉണ്ണി, അതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അതൊക്കെ മറ്റേ പാർട്ടിക്കാർ ചെയ്തോട്ടെ. നമുക്ക് ജീവനോടുള്ള സത്യസന്ധമായ വോട്ടർ പട്ടിക പേരുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് വോട്ട് ചോദിക്കാം. അപ്പൊ തോക്കും. സത്യസന്ധമായിട്ട് പോയാൽ എന്തായാലും തോക്കും. അങ്ങനെ ഒരു വോട്ട് കിട്ടാണ്ട് ഒരു പ്രായോഗിക ഒരു സംഭവം നിങ്ങൾക്കില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കുതതന്ത്രം വേണം. കുതതന്ത്രം ഉണ്ടാതിരിക്കും. നിന്നെ കൊണ്ടു നടക്കണ എനിക്ക് കണ്ണ് കിട്ടി തോക്കാതിരിക്കാനാണ്, അല്ലാതെ നിന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ല. ഹലോ, എന്താ ചോദിച്ചേട്ടാ? ഇന്ന പടിഞ്ഞാറ് സൈഡ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് ഓർത്ത്. ഉണ്ണിയുണ്ട്, പക്ഷെ അവൻ പോരാ. 2-3 തലക്കുകളിയുള്ളവർ നമ്മുടെ കൂടെ വേണം. എന്താ, അല്ലെങ്കിൽ ആളുകൾ വിശ്വസിക്കൂല. ഒരിത്തിരി കുളിച്ച് വൃത്തിയായിട്ട് നിൽക്കണവന്മാരെ വിളിക്കട്ടെ. ഇന്നലെ അടിച്ചവന്മാരൊന്നും കൊണ്ടുവരണ്ട. മണം ഉണ്ടാവും. ഓക്കെ ഓക്കെ, ശരി. ഇതെങ്ങനെ നോക്കിയെടുക്കാനാണ്? നാട്ടിലുള്ള ഒരുത്തൻ്റെയും പേരിലില്ല. മരിച്ചവരുടെയും സ്ഥലത്തില്ലാത്തയും ഒളിച്ചോടിപ്പോയവരുടെയും പേര് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടടാ, വാർഡ് വിഭജിച്ചപ്പേ ഈ വാർഡിലുള്ളവന്റെ പേര് അപ്പുറത്ത് കിടക്കണം, അപ്പുറത്തുള്ളവന്റെ പേര് ഇപ്പുറത്ത് കിടക്കണം. സത്യത്തിൽ സ്ഥാനാർത്ഥി മാറി എന്നാലേ കറക്റ്റ് വാർഡിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വോട്ടർ പട്ടികയല്ല, ഇത് അബദ്ധ പഞ്ചാംഗമാണ്. വരുത്തേണ്ടൊന്നും 1000 റുപ്യന്റെ സാധനം വന്നു. സുധിയേ, ഇത്തിരി പൊടി എന്നാടാ. പൊടി ബുദ്ധിമാണല്ലേ? മൂക്കടഞ്ഞിട്ടേ. ഇന്നലെ കുറച്ച് ചാറ്റൽ മഴ ഉണ്ട്. അതിന് ശേഷം മൂക്കടഞ്ഞിട്ടൊരു തലയിലേ കെട്ടിക്കണ മഴവെള്ളൊക്കെ പോട്ടെ. അത് പോട്ടെ. ഒരു സുഖമായി കണ്ടോ? നിങ്ങൾ എന്റെ സുഖം പോക്കണ്ട. ആടെ ഇങ്ങനെ കുറ്റിയടിച്ച പോലെ കുത്തിരിക്കണ്ട. പഞ്ചായത്തിൽ വോട്ട് പിടിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയോട് ഒപ്പം ചെല്ലി. വോട്ട് പിടിക്കാൻ തുടങ്ങിയ എല്ലാ പോലും കാര്യം ഇപ്പൊ അനുഗ്രഹം വാങ്ങുമല്ലേ? അനുഗ്രഹം? ഞാനൊരു ഒറ്റ സ്ഥാനാർത്ഥിക്ക് അനുഗ്രഹവും കൊടുക്കില്ല, വോട്ടും ചെയ്യില്ല. അതെന്തേ? എന്റെ സ്തുതിയ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജയിച്ച ശീതളേട്ടൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം ഞാൻ ഒരു പോത്തിന് വേണ്ടി അപേക്ഷിച്ച് എന്നറിയാം. പഞ്ചായത്ത് എത്ര പ്രാവശ്യം കയറി ഇറങ്ങിയെന്നറിയാം. ഒരു പോത്തിനെ അവർ അനുവദിച്ചില്ല. എന്നിനി പോത്തിന് കിട്ടണോ അന്നേ ഞാൻ പോളിംഗ് ബൂത്ത് കയറും.
അല്ല ഈ തലേദിവസം ഇലക്ഷന്റെ തലേദിവസം രാത്രിയെ ഈ സ്ഥാനാർത്ഥികൾ വന്നിട്ട് പോക്കറ്റിൽ എന്തെങ്കിലും കിട്ടുകന്നാല് വിളിക്കുക കാശിന്റെ കനനുസരിച്ച് വോട്ട് കൊടുക്കും. ആരെ കൂടുതൽ തന്നിട്ട് അവർക്ക് വോട്ട് കൊടുക്കും. എന്റെ സുഖേട്ട നാണം കെട്ട പരിപാടി അതല്ലോ. വോട്ട് വിൽക്കുവാനുള്ളല്ലോ നിങ്ങൾക്ക് അറിഞ്ഞുവിടാമല്ലോ. എന്റെ സ്തുതിയെ വോട്ട് വിൽക്കാനുള്ളതല്ലാന്ന് അറിയാം. പക്ഷെ ഈ ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരായിരിക്കണം. അത് വേണം. സ്വന്തം കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ നിന്ന് കാശ് മേടിക്കണല്ലോ ഒരു തെറ്റില്ല. എന്താ പേരിന്റെ പറ്റിലേക്കോ പേരിന്റെ പറ്റിലേക്കോ അല്ല അത് വേണ്ട, എനിക്ക് ഉണ്ണി നേതാൻ അറിയാലോ. പിന്നെ എന്തിനാ പേരന്റ് പറ്റില്ലെന്ന്? മോനെ ഇന്നു മുതൽ ഞാൻ പേരിന്റെ ഇലക്ഷൻ വർക്കിന് ഇറങ്ങുന്നാന്ന്. 3-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. ജയിച്ച് സത്യപ്രതിജ്ഞയും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരും. അപ്പൊ നീ ടോട്ടൽ ആക്കണം, അത് അങ്ങോട്ട് തരും. എന്റെ ഉണ്ണിയേട്ടാ 3-ാം വാർഡിൽ പ്യാരി ആയിരിക്കും നിങ്ങൾ വിചാരിക്കണ്ടേക്ക്. ആടെ എതിർ സ്ഥാനാർത്ഥി ആരാ ശീതളൻ. ഈ ശീതളിനൊക്കെ ഇനി ഇലക്ഷനെ നിൽക്കൽ നിർത്തിക്കൂടെ? എത്ര വർഷം അയാൾ നിൽക്കണു? അയാൾക്ക് പ്രായമില്ലേ? കറക്റ്റ്, ശരിയാണ്. എന്റെ സുഹൃത്തായി പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ പ്രായമൊന്നും ഒരു പ്രശ്നമില്ലാന്ന്. അതൊരു ആവേശല്ലേ. പോരാ. എന്ത് പൊതുപ്രവർത്തനം? അയാൾ മെമ്പറായിരിക്കുമ്പോ ഞാൻ 5 പ്രാവശ്യം പോത്തിന് വേണ്ടി കയറി ഇറങ്ങിയതാ. ഒരു പോത്തിനെ അയാൾ അനുഭവിച്ചോ? പോത്തനാണെങ്കിൽ നിങ്ങൾ മൃഗാശുപത്രി പോയി പറ. പോത്തും കൊണ്ട് ഞാൻ ഇപ്പൊ എത്തി. നല്ല പിന്നെ ഒരു മിനിറ്റ് ഉപ്പെന്തിനാ കുഞ്ഞുമക്കളെ? ആയിക്കോട്ടെ. പിന്നെ അല്ലാണ്ട് എന്തൊരു അവസ്ഥയായിരുന്നു. ഞാൻ വരുന്നു. നല്ല സ്ഥിതി. ആരും ജയിക്കോ? ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റും കേട്ടാ? ഈ കഴിഞ്ഞ പ്രാവശ്യോ ഇവരുടെ എതിർ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ ശിവേട്ടെ, ഈ പ്രവർത്തകന്മാർക്കല്ലേ ഇലയപ്പം കൊടുത്ത് നിങ്ങൾ അറിയില്ലേ? അറിയാം. ഞാനും ഇലയപ്പം കഴിച്ചതാ. നേരോ? അത് ഞങ്ങൾ ഇല എണ്ണി കഴിഞ്ഞപ്പോ തീരുമാനിച്ചതായിരുന്നു ശിവൻ ജയിക്കുന്നു. പക്ഷെ ജയിച്ചത് ശീതള. സത്യേ പറയാവൂ, നിങ്ങൾ ശിവേട്ടന്റെ ഇലയപ്പം വോട്ട് ചെയ്ത ശീതളേട്ടനല്ലേ? അല്ലേ? എന്ത് മാനിച്ചനാ നിങ്ങളല്ലോ. ശീതളം ജയിക്കുന്ന ഇവരുടെ പിന്നല്ലാണ്ട്. ഇപ്പൊ എന്താ മൊത്തത്തിൽ പാളി കിടക്കാണ്. ചില ആൾക്കാരുടെ വയസ്സേ ശരിയല്ല. വയസ്സ് ശരിയായ ആൾക്കാരുടെ പേരും ശരിയല്ല. പേര് ശരിയായ ആൾക്കാർക്ക് മേൽവിലാസം ശരിയല്ല. അങ്ങനെ ഒക്കെ ശരിയായ ആൾക്കാരുടെ വാർഡും മാറിയിട്ടുണ്ട്. അതെ, നമ്മുടെ വാർഡിൽ നിന്ന് മാറി വേറെ വാർഡിലേക്കായി. പിന്നെന്താ ഇതൊക്കെ പോട്ടെ, വയസ്സും ശരിയാണ്, മേൽവിലാസം ശരിയാണ്, ഈ പറഞ്ഞ വാർഡും ശരിയാണ്, ഒക്കെ ശരിയാണ്. ഈ ആൾക്കാർ ശരിയല്ല. എന്താന്ന് ചോദിച്ചാൽ അവര് ഒരു കാലത്തും നമുക്ക് വോട്ട് ചെയ്യാത്ത ആൾക്കാരാണ്, വേറെ പാർട്ടിക്കാർ. അതിൽ നമുക്കെന്താ കാര്യം? ഇതൊക്കെ ശരിയായ ആൾക്കാരുണ്ട് നമ്മുടെ പാർട്ടിക്കാരുമായിരുന്നു. പിന്നെ അവരിപ്പോ ജീവിച്ചിരിപ്പില്ല. കഴിഞ്ഞ പ്രാവശ്യം 2 പേരാ മരിച്ചു പോയത്. പിന്നെന്താ നമുക്ക് വാർഡിൽ പോയിട്ട് മൊത്തം ആളുകളെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിട്ടെ ഇതിൽ തെറ്റൊക്കെ തിരുത്തിപ്പിച്ചാലോ? അതൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞാലേ അവർക്ക് അത് ഓർമ്മയും വരും. അവരുടെ പാർട്ടിയിലൊക്കെ പോയിട്ട് അവർ വോട്ടും ചെയ്യും. നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ നമുക്ക് അറിയണ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ തന്നെ ഞാൻ ലിസ്റ്റ് നോക്കിയപ്പോ നമ്മുടെ വെളുത്താണ്ട് ഷെരീഫിന്റെ ഒക്കെ പേര് അതൊക്കെ മാറിക്കെടുക്കാണ്. അതേപോലത്തെ ആൾക്കാരുണ്ടല്ലോ, അവരോടൊക്കെ പോയി കണ്ടിട്ട് നേരെ ചൊവ്വ കാര്യം പറയാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, സുഖമില്ലാണ്ട് കുറച്ച് ആൾക്കാർ കേൾക്കണ്ടല്ലോ, തലയും കൂടി പൊന്തിക്കാൻ പറ്റാണ്ട് മൂക്കിൽ വരെ പൈപ്പിട്ടിട്ടാണ് കിടക്കുന്നത്. ഞാൻ അവരുടെ അടുത്തൊക്കെ ഒന്ന് ചെല്ലും. അല്ല എല്ലാരുടെ അടുത്ത് നമ്മൾ എന്തിനാ ചെല്ലേണ്ട ആവശ്യം? നമ്മളെ പാർട്ടിക്കാരുടെ അടുത്ത് കിടപ്പിലെ അടുത്ത് മാത്രം പോയാൽ പോരെ? ഇതാണ് നിന്റെ രാഷ്ട്രീയം. എന്തിനാണ്ടാ നീ പിന്നാലെ നടക്കണത്? എന്റെ അനുജനാന്ന് പറഞ്ഞിട്ട് വെറുതെ സമയം കളഞ്ഞ് നടക്കാണ്. ചെക്കൻ ഞാൻ പറഞ്ഞത് മുഴുവൻ കേൾക്കുന്നേ. ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ തലയൊക്കെ ഒന്ന് തലോടിയിട്ട് ഒരു ഉമ്മൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സന്തോഷ വാക്കൊക്കെ പറഞ്ഞിട്ട് പോരുമ്പോ വരെ ബന്ധുമിത്രാദികൾ നിൽക്കുന്നുണ്ടാവും അവിടെ. അവർക്കൊക്കെ വോട്ടുണ്ട്, അവർക്ക് വന്ന് ചെയ്യാനും പറ്റും. അപ്പൊ ഇത് വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് അവരുടെ തലയിലേക്ക് കയറും. അത്ര വന്നാലും വന്നതാണ് ശീതളേട്ടൻ. ശീതളേട്ടൻ വന്ന് നമ്മുടെ അമ്മാവനെ നമ്മുടെ ചെറിയച്ഛനെയൊക്കെ വന്ന് കണ്ട ആളാണ്. അപ്പൊ നൽകി എന്റെ വോട്ട് ഇയാൾക്ക് തന്നെയാണെന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ കയറിയാൽ നമ്മൾ ജയിച്ചു. നമ്മൾ അത്രേ വേണ്ടല്ലോ. അതൊക്കെ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത് ഈ സമയത്ത്. ഇന്നത്തേക്കുള്ള ലിസ്റ്റ് എടുത്തിട്ട് അങ്ങ് പോവാം. തുടങ്ങാം അപ്പൊ പരിപാടി. നീ വൈകണ്ട. അവിടെ ഇരിക്കി. ഇതെന്താ മൂക്ക് ഈറ്റി തുറക്കാനാ? നീ എടുക്ക് കുറച്ച് പേപ്പറും കൂടി, ഇത്തിരി പണിയെടുക്ക്. ഇതൊക്കെ കണ്ടിട്ട് മതി. പല ആൾക്കാരും വീട്ടിലുണ്ടാവില്ല, പിന്നെയും പോകേണ്ട വരും. വെറുതെ മടി കാണിക്കരുത്. ഞാൻ റെഡിയാക്കാം. പേടിക്കുന്നുണ്ടോ?
ആ കൃഷ്ണുട്ടിയേട്ടാ ഗൗരിയാണ്. ആവു 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 ഞാനാ വിളിച്ചിട്ട് 5 വർഷമായിരുന്നു. ആവു പോയി നിങ്ങൾ അവിടുന്ന് എന്താ നിങ്ങൾ പറഞ്ഞ്? ഞാൻ നിങ്ങളെ വിളിക്കാറൊക്കെ ഉണ്ട്. നിങ്ങളെ വിളിച്ചാൽ കിട്ടില്ല. നിങ്ങൾ തിരക്കോട് തിരക്കല്ലേ. ഓ ശരി ശരി. ഇപ്പൊ വിളിച്ചതാ. ഞാൻ വെറുതെ വിശേഷങ്ങളാണ്. എന്താ പിന്നെ ഇപ്പൊ പണിയൊക്കെ എങ്ങനെ പോണു നിങ്ങക്ക്? തെങ്ങ് കയറിയ കിട്ടാൻ കാശ് എത്രയാണ്? ആ പോകിന്ന് നിങ്ങൾ അവിടുന്ന്. എന്താ പിന്നെ അച്ഛന്റെ വിശേഷം? അപ്പാ മരിച്ച 3 കൊല്ലായോ? ഇതെന്താ അറിയാഞ്ഞ്? നിങ്ങൾ ഒന്നും പറയണ്ടാട്ടോളി എന്നോട്. ഒരു കാര്യം അറിയിക്കണ്ട നിങ്ങള്. ഞാൻ അറിഞ്ഞു പിടിച്ചു പോരണ്ട. അങ്ങനെ ഒന്നും പറയരുത് കൃഷ്ണുട്ടിയേട്ടാ. നിങ്ങള് ഞാൻ 100 തിരക്കിൽ നടക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ വിഷമം അറിയില്ല. നിങ്ങൾ നോർമലി ആണ്ടല്ലോ എനിക്ക്. അത് മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ അച്ഛനായിട്ടൊക്കെ എനിക്കുള്ള ബന്ധം എന്താണെന്ന് അറിയില്ല എനിക്ക്. ഒരു കാര്യം ചെയ്യ്, അടുത്ത ആണ്ട് ഗംഭീരമായിട്ട് നടത്തണം. നമുക്ക് ഗംഭീരമായിട്ട് നടത്തണം. ആ ഒരു സംശയമില്ല കേട്ടോളി. ശരി ശരി എന്നാല്. ഓ 3 കൊല്ലായി ചത്തിട്ട് പറഞ്ഞു. ആരപ്പോ ഇതൊക്കെ അറിയണു? ശീതളം ഇങ്ങോട്ട് ഇതല്ലേടാ മതില്ലല്ലോ. ഇല്ലില്ല. എന്റെ അച്ഛന്റെ പേരെന്തോ? അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്താന്നുള്ളത്? എന്റെ അച്ഛന്റെ പേര് നാരായണൻകുട്ടി. നാരായണൻകുട്ടി. എന്നാ വോട്ടർ ലിസ്റ്റിൽ വന്നതോ? എന്നാന്ന്? അലിയാറുകുട്ടി. അത് തെറ്റല്ലേ? അത് തെറ്റാ. ആ തെറ്റ് തിരുത്തണ്ടേ? അത് മാണോ തിരുത്തണോ? എന്നാ ഓൻ സ്ഥാനാർത്ഥിയല്ലേ? ആര്? ശീതളൻ. ആ ഓൻ ഇങ്ങനെ തെറ്റു വന്നിട്ടുണ്ട് രാഘവട്ട. അത് തിരുത്തണം എന്നോട് പറയണ്ടേ? അല്ല ശീതളം മാത്രല്ലല്ലോ, ഇപ്പൊ പ്യാരിയുണ്ട്. അതെ പ്യാരി എല്ലാരും ഉണ്ട്. ശ്രീധരന് വോട്ട് കിട്ടൂല. ശ്രീധരനല്ലേ സാധാരണ ഞാൻ വോട്ട് ചെയ്യുന്നു. ഓനെ ഒന്ന് തിരുത്താൻ എന്നോട് പറയണ്ടേ? അത് പറയണോ? എന്നോട് ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി 3 പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. അറിയാ? ശരി. ആ 3 പറഞ്ഞില്ലെങ്കിൽ ഞാനിതിപ്പോ അറിയാ? അറിയില്ല. അറിയില്ല. അല്ല തിരുത്തിയാ പോരെ. വണ്ടി 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 എന്താ കുന്തപ്പുറക്കി ഓരോരുത്തരും വോട്ട് ചേർക്കലും കേരളത്തെ രാഘവട്ടന്റെ കടന്നിലൂത്തിയ കടന്നിലൂത്തിയല്ല. മൂപ്പര് ബോർഡർ പട്ടികയില് മൂപ്പര് അച്ഛന്റെ പേര് നാരായണൻകുട്ടി എന്നല്ലേ, ബോർഡർ പട്ടികയില് അലിയാര് കുട്ടിയായി പോയി. അതിന്റെ കാലി ഇവിടെ വന്ന് തീർത്തിട്ട് പോയി. മാത്രമൊന്നല്ല, ഒരുപാട് ആർക്ക് പറ്റിയിട്ടുണ്ട് ഈ പ്രശ്നം. എന്റെ വോട്ടർ ലിസ്റ്റ് എങ്ങനെ അറിയാം? എന്റെ വോട്ട് ശരിക്കും 3-ലല്ലേ? പുതിയ വോട്ടർ ലിസ്റ്റില് എന്റെ വോട്ട് 7-ല്. അതെങ്ങനെ വന്ന്? ഞാനും ഭാര്യ ഒരുമിച്ചല്ലേ താമസിക്കുന്നത്. അതെ. എന്റെ ഭാര്യയുടെ വോട്ട് 10-ാം വാർഡില്. അത് മാത്രമല്ല 2 മക്കൾക്ക് വോട്ടും ഇല്ല. വോട്ടില്ല. എന്റെ കാര്യം അറിയങ്ങള്, എന്റെ അച്ഛനും അമ്മ ഇല്ലല്ലോ, മരിച്ചു ഇല്ലേ, ഓലിക്ക് 2 പ്രാവശ്യം വോട്ടുണ്ട്. പോരാ ഒന്നും പറയണ്ട. എന്തോരം ഒരു വല്ലാത്തൊരു തിരിയൊക്കെ വെറുതെ ഒരു സ്ഥാപനം ആകുമ്പോഴേ മാനും മര്യാദ നടത്തണം. അല്ലെങ്കിൽ ഇങ്ങോട്ട് ആൾക്കാർ കയറൂല. കുഴപ്പം എന്താണ്ടായി? കുഴപ്പം എന്താണ്ടായത്? നിങ്ങളെ ചിരിയൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു. ഇളക്കിച്ചിരിക്കെ സുഖത. കൊറേ കാലായി ഞാൻ ബൈക്ക് നടക്കാൻ തുടങ്ങിയിട്ടും പീടിയയിൽ വരാൻ തുടങ്ങിയിട്ടു. ഒരു ഇളിഞ്ഞ ചിരിയൊന്നും ഞാൻ കണ്ടില്ല. നാളെ മക്കളാക്കി ചിരിക്കരുത്, അത്രേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങളെ കളിയാക്കി ചിരിച്ചല്ല. ഞങ്ങള് രാഘവേട്ടന്റെ കാര്യം പറഞ്ഞു ചിരിച്ചല്ലേ. രാഘവേട്ടൻ എന്തേ? രാഘവേട്ടന്റെ അച്ഛൻ മതം മാറി. രാഘവേട്ടന്റെ അച്ഛൻ മതം മാറിയെന്ന്. നാരായണൻകുട്ടിയാരോ? എന്തിനത്? നാരായണൻകുട്ടിയാര് മതം മാറിയിട്ട് ഇപ്പൊ അലിയാര് കുട്ടിയായി. നമ്മളിലേക്ക് പോന്നു. വോട്ടർ പട്ടികയിലാന്ന്. ശരി, അതിന്റെ തമാശ അറിയാം എനിക്ക്. 3-ാം വാർഡിലുള്ള എന്നെ പിടിച്ചിട്ട് 7-ാം വാർഡിലാക്കി. എന്നെ അതേന്നെ 3-ാം വാർഡിൽ മാറ്റി. അന്നെ മാറ്റിയോ? പിന്നെ ഈ രാഘവേട്ടന്റെ അച്ഛൻ അലിയാരായി പറഞ്ഞില്ല. അതുപോലെ എന്റെ കദീസു സുമതി അയക്കണം. എന്റെ പരക്കൊണ്ട് കാട്ടുക. എന്റെ അച്ഛനും അമ്മയും മരിച്ചുവല്ലോ, ഓലിക്ക് ഇപ്രാവശ്യം ബോർഡർ പട്ടികയിൽ വോട്ടും ഉണ്ട്. ആദ്യം 2 അനക്കുണ്ടോ? എനക്ക് വോട്ടില്ല. എന്റെ സങ്കടം അതല്ലെന്നേ, 3-ാം വാർഡിൽ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാലം 3-ാം വാർഡിൽ ഇപ്പൊ കൊല്ലം പോയിട്ട് 7-ാം വാർഡിൽ ചെയ്യാൻ നടക്കുന്ന കാര്യ. എന്തപ്പം നമ്മള് ചെയ്യാ?
എന്തെങ്കിലും കാട്ടണോ? നമ്മുടെ വോട്ട് അങ്ങനെ ഇതാക്കാൻ പറ്റുമല്ലോ. അവിടെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ കൊണ്ട് വോട്ട് എടുക്കാൻ പറ്റുമോ? അല്ല ഈ ഓട്ടോ സ്ട്രീറ്റിലൊക്കെ ഇമ്മാതിരി തോന്നിയ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ ചെയ്യപ്പോ? അല്ല എന്തേലും കാട്ടണല്ലോ. അതിനു മുമ്പ് എനിക്ക് നമ്മളെ പ്യാരിനൊന്ന് കാണാണ്ട്. ഓങ്ങടാളാ എന്റെ ആളോ? ഉണ്ടാക്കി ഇക്കുമ്പത്തൊന്നും അറിയില്ല നിങ്ങൾക്ക്. പണി ഞാൻ പശുമാലിന് കൊടുക്കും. അവനെ കാണട്ടെ, വൈലിങ്ങൾ അറിഞ്ഞോളൂ കാര്യം. അവനെ കണ്ടിട്ട് തരാം. വരെ ഉണ്ടാവുമായിരിക്കും. അല്ല രാഘവട്ടം മറ്റേ ശീതളിന്റെ അഞ്ഞത്ത് തരുമല്ലോ, അതുപോലെ മൂപ്പരും പ്യാരും അഞ്ഞത്ത് തരും പോവാ. ആരാരുടെ അഞ്ഞത്ത് കയറിട്ട് എന്തായാലും നമുക്ക് ഇവിടെ വോട്ടില്ലല്ലോ. കണ്ട കുണ്ടുകൈ കണ്ട ഇവിടെ റോഡ് നന്നാക്കാൻ പറഞ്ഞ ആളെ എങ്ങനെയാ ഭരിക്കുന്നത്? എടാ പോണവരോടൊക്കെ വിളിച്ചു പറയടാ. വിളിച്ചു പറയാലേന്ന്. ആ വണ്ടിക്കാരോടൊക്കെ പറ. ഒരാള് വരുന്നുണ്ട് പറഞ്ഞു ഇതന്നോ നാളേക്ക് ഷൂവല്ലൂര് മൊത്തം കൊണ്ടും പോകാൻ പറ്റില്ലേ? അയ്യോ അനീഫ്ക എവിടെ പോയാണ്? അതെ, ആ ഷൂ ഊരിട്ടയിലേ നടക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ അവസ്ഥ. റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്ന. വേറെ എങ്ങനെ പോകും? ഇപ്പൊ കഴിഞ്ഞ 5 കൊല്ലോട്ട് അയാൾ ഇവിടെ ഭരിച്ചതാണ് ജയിച്ചിട്ട്. നമ്മൾ എന്ത് ചെയ്തു? നോക്കി പോട്ടെ ചേട്ടാ, കല്ലും ഇതൊക്കെയാണ് മറിഞ്ഞും കെട്ടി വീഴും. ഇതാണ് നമ്മുടെ അവസ്ഥ. ആ എടാ സുരേഷ്, അവസ്ഥ ഇതാണ് അവസ്ഥ. നമ്മുടെ മെയിൻ റോഡല്ലേ ഇത്? 5 കൊല്ലമായി ശീതളിന് ഇവിടെ ജയിച്ച് മെമ്പറായേക്കണ്. ഈ റോഡിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തവനാണ് പിന്നെ വോട്ട് ചോദിച്ചു വരണ. ദയവ് ചെയ്തിട്ട് ഇതൊന്നും മനസ്സിലാക്കണം നിങ്ങൾ. നമുക്കൊരു മാറ്റം വേണം. ഞാനും മത്സരിക്കുന്നുണ്ട്. അപ്പൊ വോട്ട് എനിക്ക് ചെയ്യണം. സൂക്ഷിച്ചു പോണം. ഇത് കണ്ട, നല്ല കുടുംബത്തിൽ പിറന്ന ആളാണ് അയാള്. തുണിയും പൊക്കി പിടിച്ചാ പോണത്. ഈ അവസ്ഥ നമുക്ക് മാറ്റണം ഇവിടെ. ആ നമ്മുടെ ചിഹ്നം മറക്കണ്ട. ഈ വളവിന്റെ എവിടെയെന്ന് ഇല്ല, കേട്ടന്റെ അവിടെ വളവിന്റെ അവിടെ എന്താണ് ഇപ്പൊ സംഗതി? അവിടെ അറിഞ്ഞൂടെ, കൊറേ നേരെ തുടങ്ങിയിട്ടെന്നാ പറഞ്ഞേ.